Hello, Namaskaram. Greenland Properties in a Pudu video like Yella Mani Pressure Sagadam. In the number one Uru Stalata Periapeditarano, a langular home tour Chiano, a langular property details Parano, Maricha, number one building in the concrete in the Kurchu Parana, then the Vishadamite, Reedical Kurchu Parana. Upon Namada channel in the Mudala, Namadu Pudu segment in Todanguana, Karnam, Namadura commercial protocol Parishapedition, other Volatana, house protocol Parishapedition, video Kurchu Parishapedition, Pudi video Kurchu Parishapedition, and Nalinu number construction item Bandapata, we were the Sambongal by the building in the structures, planned building in the construction, building materials. This is a segment in the by the Aditya region, Greenland Properties and the partner B-Shed and the Staban and Narthana, concession area and number the Canada. In the concrete and Narakanada, we go on the Moon construction concrete in the Protangal and Narthan. Adana Kurchide Parayanum, Adina Visha Regal Parayanum, Adultane, construction de Megalilla, Chalavirangalataranum, Minate concrete in the Pratega Kurchu Paranacate, Rebishat in the Adultane building in the honors of Manditandau, Avadinam Kupajapadam, and the Ilum, in the concrete in the Vish in the Adina Protangal Kurchan of Guam, go to the video. Now, this is concrete and metal, cement, jolikar. But this concession is the S-Boss Concession Company. Rebishat is 400 chak cement in the Joliana. But this is the technical side and the concrete building in the square feet and either concessions S-Boss concessions in the Rebishat and I'm going to Rebishat and Rebishat. Namaskaram. Namaskaram. You road side in the Marina. This is Rebishat and Rebishat S-Boss Concession and Consulting Company owner. Rebishat is concession company in the company. Company company. This is ഇപ്പോൾ എനിക്ക് 36 വയസ്സായി. അപ്പോൾ അന്ന് തൊട്ടിട്ട് നമ്മളെ കമ്പനിയുടെ ഉറപ്പ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ അന്ന് തുടങ്ങിയ ആളുകളാണ് ഇപ്പോഴും നമ്മളെ കൂടെ ഉള്ളത്. ജോലിക്കാരല്ല. അല്ല നമ്മളെ ജോലിക്കാർ. അതെ ജോലിക്കാരെന്നല്ല നമ്മൾ സുഹൃത്തുക്കൾ. അങ്ങനെ തന്നെ പറയാം. അതാണ് നമ്മളെ വിജയം. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ആണ് എടുക്കുന്നത്? നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്, റെസിഡൻഷ്യൽ ഹൗസുകൾ എല്ലാ വർക്കുകളും. ഇന്ന വർക്ക് എന്നല്ല എല്ലാ വർക്കുകളും. Building item ബന്ധപ്പെട്ട എന്ത് വർക്ക് എടുക്കും? എന്ത് വർക്ക് എടുക്കും? ഒരു ചെറുത് വലുതൊന്നുമില്ല, എന്ത് വർക്ക് എടുക്കും. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർക്ക് ഉണ്ടല്ലോ കോൺക്രീറ്റ്, ഈ ബിൽഡിങ്ങിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? ഇത് നമ്മളെ ഇതൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. അതായത് 6000 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 നിലകളുള്ള റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഇത് നമ്മളെ മാങ്കാവുള്ള CSW എന്ന് പറഞ്ഞ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനി സെക്രട്ടറി അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പോർഷൻ അവരെ ഓഫീസ് യൂസേജിനും കൂടി വേണ്ടിയുള്ളതുകൊണ്ട് ഇത്രയും വലിയ ബിൽഡിംഗ് വരും. ഇത് എന്താ പറയുക, ഇത് ഭയങ്കര സമയമില്ലാത്തൊരു വർക്കാണ്. ഇത് 3 മാസം കൊണ്ടാണ് 3 ഫ്ലോറിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്? 6000 സ്ക്വയർ ഫീറ്റ്.
6000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ 3 മാസം കൊണ്ട് പണിത് കയറ്റുന്നത് അല്ലേ? അത് ഭയങ്കര സംഭവം തന്നെയാണ്. ഓരോ മാസം 5-ാം തീയതി 6-ാം തീയതിയാണ് കോൺക്രീറ്റ് വരുന്നത്. കഴിഞ്ഞ മാസം 6-ാം തീയതി ആയിരുന്നു, ഈ മാസത്തെ 5-ാം തീയതി. അപ്പോൾ എന്ന് വെച്ചാൽ അതിന് ക്യൂറിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ്. 14 ദിവസം പണ്ട് കെട്ടി നിർത്തുന്നതിൻ്റെയൊക്കെ പൊളിക്കുന്നൊക്കെ ഉള്ളൂ. പക്ഷേ നമ്മൾ മെറ്റീരിയൽ കൂടുതൽ ഇട്ടും കൊണ്ട് താഴത്തെ തട്ട് പൊളിക്കുന്നതിന് മുന്നേ മുകളിൽ തട്ടടിക്കുക, അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്പീഡ് ചെയ്യാൻ പറ്റും. സാധാരണ പ്രേക്ഷകർക്ക് ഈ തട്ടടിക്കുക, ഈ ഇതടിക്കാന്ന് ചിലപ്പോൾ അറിയില്ല, മനസ്സിലാവില്ല. എന്താണ് സാധാരണ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു തുടക്കം മുതൽ അവസാനം ഒരു രീതി എങ്ങനെയാണ്? ഒരു ബിൽഡിംഗ് നമ്മൾ എടുക്കുകയാണെങ്കിൽ രബീഷ് എസ്ബോസ് എന്നുള്ള കമ്പനി രബീഷേട്ടൻ ഒരു കൺസ്ട്രക്ഷൻ എടുത്തു, ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ എടുത്തു. അതെങ്ങനെയാണ് തുടങ്ങുന്നത്? നമ്മളിപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അത് സ്ട്രക്ചറൽ ഡിസൈനിങ് ചെയ്യണം. ശരിക്കും എല്ലാവർക്കും സ്ട്രക്ചറൽ ഡിസൈനിങ് ചെയ്യേണ്ടിയിട്ട് ഭയങ്കര മടി. അതായത് പ്ലാനൊക്കെ പാസ്സായതിന് ശേഷമാണ് പറയുന്നത്. സ്ട്രക്ചറൽ ചെയ്യാൻ എല്ലാവർക്കും മടി. സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സിന് ഒരു 10,000-50,000 1 ലക്ഷം കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് സ്റ്റീലിൻ്റെ അകത്തും ഇതിൻ്റെ നമ്മളിപ്പോൾ നോർമലായിട്ടൊരു കോൺട്രാക്ടർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യമില്ലാണ്ട് കമ്പി കയറ്റുക, ആവശ്യമില്ലാണ്ട് സിമെൻറ്റ് ഇടുക, ആവശ്യമില്ലാണ്ട് കോൺക്രീറ്റിൻ്റെ കനം കൂട്ടുക, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിന് വേണ്ടി കമ്പികൾ, ചില സ്ലാബിനൊക്കെ നമുക്ക് കമ്പി കിട്ടും, നമുക്ക് തോന്നുന്നത് മതിയോ, നമുക്ക് സംശയമായിരിക്കും. അവർ പറയും അത് മതി. അവർ ഓരോ പില്ലറിനും ഇത്ര ലോഡ്, ഓരോ സ്ഥലത്തും ഇത്ര ലോഡ്, അതിനനുസരിച്ച് മാത്രമാണ് എന്ത് ചെയ്യുക, കമ്പികളും ഈ സിമെൻറ്റ് കോൺക്രീറ്റ് എല്ലാ സാധനവും യൂസ് ചെയ്യുക. അത് വലിയൊരു ലാഭമാണ്. ആദ്യം നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം സ്ട്രക്ചറൽ ഡിസൈനിങ് നടക്കുമല്ലോ. സ്ട്രക്ചറൽ ഡിസൈനിങ് നടന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പൈലാണ് പൈല് ചെയ്യുക, അല്ലെങ്കിൽ കോളം ഫൂട്ടിങ് ആണ് അങ്ങനെ ചെയ്യുക, പ്ലിന്ത് ബീം, പില്ലർ വെക്കുക, മെയിൻ സ്ലാബ്. സ്ട്രക്ചറൽ ബിൽഡിംഗ് ചെയ്യാനാണ് നമുക്ക് എളുപ്പം. വേഗം പരിപാടി കഴിയും, പണി പെട്ടെന്ന് കഴിയും. ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ ഇതിപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് രവിശേട്ടൻ എന്നോട് പറഞ്ഞു ഇത് 400 ചാക്ക് സിമെൻറ്റിൻ്റെ പരിപാടിയാണ്, പക്ഷേ ഇതിൽ ഞങ്ങൾ വളരെ കുറഞ്ഞ സ്റ്റാഫിനെ മാത്രം വെച്ചിട്ടാണ്. എന്താ അതിൻ്റെ ഒരു ഇതെന്താണ്? നമുക്ക് 400 ചാക്കിൻ്റെ കോൺക്രീറ്റ് ആണ്. നമ്മളിന്ന് കോൺക്രീറ്റ് തുടങ്ങിയത് ഏകദേശം 9 മണിക്കാണ്. 9 മണിക്ക് തുടങ്ങി ഇപ്പോൾ ഏകദേശം 2:30 മണി, ഒരു 5 ചാക്കിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് കഴിഞ്ഞു. 3 മണിയോടുകൂടി. അതെ, നമുക്ക് ആകെ ഇതിൽ 16 ആളുകളെ കോൺക്രീറ്റിന് ആവശ്യമുള്ളൂ. അതായത് മുകളിൽ വൈബ്രേറ്റർ പിടിക്കാൻ 2 ആളുകൾ, ഈ ലെവലിങ്ങിന് 2 ആളുകൾ. ഇത് നമ്മൾ ചെയ്യുന്നത് അർബാനയിൽ കോൺക്രീറ്റ് ഒന്ന് വേണ്ടിയിട്ട് 2 ആളുകൾ. അങ്ങനെ ഒട്ടാകെ 6 ആളുകളെ മുകളിൽ വേണ്ടിയുള്ളൂ. ബാക്കി ആളുകൾ താഴത്ത്. 16 ആളുകൾ മതി 400 ചാക്ക് കോൺക്രീറ്റിന്. നമുക്ക് ആവശ്യമുള്ള ലേബേഴ്സിനെ മാത്രം വെക്കുക, പക്ഷെ ആവശ്യത്തിന് വേണമെന്നാണ്. നമുക്കിപ്പോൾ ഈ 400 ചാക്കിന് എംസെൻ്റ് ഉണ്ട് ഒരാളേ ഉള്ളൂ. വെച്ചാൽ 400 ചാക്ക് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിലും 400 ചാക്കിൽ നമുക്ക് ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ബാഗ് മിക്സിങ്ങിൽ 3 കൊട്ട എംസെൻ്റ് വേണ്ടിയുള്ളൂ. അപ്പോൾ 1, 1.5, 3 M20 ഗ്രേഡിലാണ് നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 3 കൊട്ടയേ വേണ്ടിയുള്ളൂ. പക്ഷേ നമുക്ക് മെറ്റലിന് 6 ആളുണ്ട്. എന്നുവെച്ചാൽ 6 കൊട്ട ഇടണം. 6 കൊട്ട ഒരാളിടണം, ഒരു കൊട്ട ഒരാൾ. ചില മെറ്റൽ കോരാൻ ബുദ്ധിമുട്ടാണ്, എംസെൻ്റ് എടുത്തിടാൻ സുഖമാണ്. സിമെൻറ്റിന് 2 ആൾ. അങ്ങനെ മൊത്തം വരുന്ന സമയത്ത് നമുക്ക് ആകെ 16 ആളെ പറ്റും കോൺക്രീറ്റ്. അപ്പോൾ അതാണ്, ആവശ്യത്തിന് മാത്രം മാൻ പവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ പ്രോഫിറ്റ് കാര്യങ്ങളുണ്ടാവും. ആ പൈസ നമുക്ക് എന്ത് ചെയ്യും, ക്ലയൻറ്റിന് കുറച്ച് കൊടുക്കാം, നമുക്ക് വർക്ക് എടുക്കാൻ പറ്റും. ഒരു പക്ഷേ അങ്ങനെ ക്ലയൻറ്റിന് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും അല്ലേ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ആകുമ്പോൾ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ 17 വയസ്സായിട്ട് നമ്മൾ പിടിച്ചത്. നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ ഈ മുള റണ്ണർ ഒക്കെ ഉപയോഗിച്ചല്ലേ ചെയ്ത്. ഇപ്പോൾ നമ്മൾ ഫുള്ള് സ്പാനിഷ് ആക്കി ഉപയോഗിച്ചിട്ടല്ലേ ചെയ്യുന്നത്. നമ്മളെ സൈറ്റിൽ നിന്ന് ഒരു കഷ്ണം മുള വരെ കാണാൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡെവലപ്പിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഇപ്പം ഈ ബിൽഡിങ്ങിൻ്റെ, ഈ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള CSW എന്ന് പറഞ്ഞൊരു ഫേം ഉണ്ട്. കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻസി, അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറിയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ ചെയർമാൻ നമ്മുടെ സവീഷേട്ടൻ ഉണ്ട്, അതുപോലെ തന്നെ കൂടെ തന്നെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ നിതിൻ ബാബു കൂടെ കൊണ്ട് രബീഷേട്ടനും കൂടെ. രബീഷേട്ടൻ ചേർന്ന് നിൽക്കൂ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ജോലി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ? ഇത് 3ാമത്തെ ഫ്ലോർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കമ്പനി ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണി തീരാറായി അല്ലേ? എന്താണ് ഇപ്പം ഈ എസ്ബോസ് എന്നുള്ള കമ്പനി നിങ്ങളുടെ ഈ ജോലി ഏറ്റെടുത്തു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതിൽ ഒരു വാക്കുകൾ തന്നെ ഇല്ല. കാരണം നമുക്ക് രവിശേട്ടനെ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ സത്യം പറഞ്ഞാൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞങ്ങൾ അങ്ങോട്ടേക്ക് പുള്ളിയെ ഒരു വെറുപ്പിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഇങ്ങോട്ട് കണ്ടറിഞ്ഞ് ശരിക്കും ഒരു ബ്രദറിനെ പോലെ, സത്യത്തിൽ പറഞ്ഞ ഒരു ബ്രദറിനെ പോലെ കൂടെ നിന്ന് ഇതങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം.
ഇപ്പം ചില സമയത്ത് നമ്മൾ പറയാതെ തന്നെ നമ്മളെല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാവാറുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു കൺസൾട്ടൻസി അല്ലായിരുന്നു, ഒരു ബ്രദർ വന്ന് ചെയ്തു തരുന്ന കാര്യമായിരുന്നു. അതെ, നല്ല ഫീലിംഗ് ആയിരുന്നു ഇതുവരെ. അപ്പോൾ ഈ ഇതിന് ഇതിപ്പം ഇത് എടുത്തത് രവീഷേട്ടൻ പറഞ്ഞു ഇവിടെ ലേബർ ആയിട്ടാണ് എടുത്തത്. അങ്ങനെ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ ഗുണകരമായിട്ടുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടായത്? ഞങ്ങൾക്ക് കുറച്ചും കൂടി രണ്ടും കൂടി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. പക്ഷേ നമുക്കെന്ന് വെച്ചാൽ നമ്മളെ ക്ലയൻസിനെ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റീരിയലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യിപ്പിച്ചത്. കാരണം എല്ലാവരെയും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ അതിൻ്റെ ചെറിയ നമ്മുടെ മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ, സാധനം എത്തിയോ എന്നുള്ളത്. പക്ഷേ ആ ഒരു ടെൻഷനിലാണ് ഞങ്ങൾ വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം രവീഷേട്ടൻ തന്നെയാണ്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ടൈം നിങ്ങൾ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ ഈ പണി തീർന്നു അല്ലെങ്കിൽ? തീർച്ചയായിട്ടും ആ ടൈമിൽ തന്നെ തീർത്ത്. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ചെറിയ പണികളല്ലേ ഉള്ളൂ, അതുകൂടി ആ ടൈമിനുള്ളിൽ തന്നെ തീർന്ന് നമുക്ക് ജാനുവരി 1 ആകുമ്പോഴേക്കൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം ഡിലേ ആയിരുന്നു. അതിനുശേഷം നമ്മൾ രവീഷേട്ടൻ നമ്മളിത് ഏറ്റെടുത്തതിന് ശേഷം അത് നമുക്ക് അത്രയും ഫാസ്റ്റായിട്ട് സത്യം പറഞ്ഞാൽ എത്രയും വളരെ പെട്ടെന്നാണ് തീർന്നു കിട്ടിയത്. അപ്പോൾ അത് അത്രയും രവീഷേട്ടൻ അത്രയും അതിൻ്റെ മുകളിൽ മെനക്കെട്ടിട്ടുണ്ടെന്ന് തന്നെ പറയാം. നിങ്ങൾ ഹാപ്പിയാണ് അപ്പം? 100%. അതിന് മുകളിലൊരു വാക്കുണ്ടെങ്കിൽ അതായിരിക്കും. അല്ലാതെ ഇവിടെ രവീഷേട്ടൻ നിർത്തി ഇങ്ങനെ പൊക്കി അടിക്കുന്നതല്ലല്ലോ. ഒരിക്കലും. ഞങ്ങൾ ഈ ഫീൽഡായിട്ട് വളരെ എന്താ പറയുക തീരെ അറിയാത്തൊരു ഫീൽഡാണത്. കാരണം നമ്മളെ പ്രൊഫഷനും കാര്യങ്ങളുമായിട്ട് പോകുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ABCD പോലും അറിയില്ല. അപ്പോൾ അത് ഞങ്ങൾ കുറേ മണ്ടൻ സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് ഒരു ബ്രദർ എന്നുള്ള രീതി തന്നെ ഞങ്ങൾക്ക് മണ്ടത്തിന് ഞങ്ങൾ പറയില്ല. രവീഷേട്ടാ ഞങ്ങൾ ചോദിക്കുന്ന മണ്ടത്തിനാണോ അറിയില്ല, ഒരു കുഴപ്പമില്ല, നിങ്ങൾ എന്താ വെച്ചാൽ പറഞ്ഞോ. അപ്പം അത്രയും ഞങ്ങൾ വെറുപ്പിച്ചിട്ടുണ്ട് മൂപ്പരെ ഓരോ സംശയങ്ങൾ വെച്ചിട്ട്. പക്ഷേ മൂപ്പര് ഒരു എന്താ പറയുക ഒരു കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. അപ്പോൾ ഇവർ ഹാപ്പിയാണെന്നാണ് പറയുന്നത്. ഇനി ഈ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി, കാരണം അത്രയ്ക്കാണെന്നുള്ള കാര്യം മനസ്സിലായി. ഇപ്പം നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ സ്ഥാപനം CSWA ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒന്ന് പറയാമോ? ജസ്റ്റ് ഒരു നമ്മളതെന്ന് പറയുന്നത് മറ്റുള്ള ഫോമിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമാണ്. കാരണം നമുക്ക് പണ്ടൊക്കെ ഒന്നെങ്കിൽ ഒരു CA ഫോം അല്ലെങ്കിൽ CS ഫോം ഉള്ളത്. ഇതെന്ന് പറയുന്നത് മൾട്ടി പ്രൊഫഷണൽ ഫോമാണ്. ചാർട്ടേഡ് അക്കൗണ്ട്സും കമ്പനി സെക്രട്ടറിയും കോസ്റ്റ് അക്കൗണ്ട്സും അഡ്വക്കേറ്റ്സും എല്ലാവരും ഒരു A to Z സൊല്യൂഷൻ, ഒരു സിംഗിൾ റൂഫിൽ. അതാണ് നമ്മൾ കൊടുക്കുന്ന സർവീസ്. ശരി. അപ്പം കോഴിക്കോട് ഓൾ കേരള ഒരുപാട് ക്ലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടന്നു പോകുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് എന്തിനാണ് ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മെയിനായിട്ട് റെസിഡൻഷ്യൽ, അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫീസും കൂടെ അതിനുള്ളിൽ പ്രവർത്തിപ്പിക്കണമെന്നുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഓഫീസിന് പ്രവൃത്തി കൂടെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ നന്ദി. ഈ കാര്യത്തിൽ നിങ്ങൾ സംസാരിച്ചതിൽ വളരെ നന്ദി. രവീഷേട്ടൻ ദൂരെ പോയിട്ടാണ്. രവീഷേട്ടന് സാധാരണ വീഡിയോ എടുക്കുന്ന സമയത്ത്, നമ്മുടെ ചാനലിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറ പിടിച്ചിരിക്കുന്ന ആളാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിലേക്ക് വന്നത്. നിങ്ങളുടെ കൂടെ തന്നെയായി. അപ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കോൺക്രീറ്റിൻ്റെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വിശേഷങ്ങൾ. എങ്ങനെയാണ് ഇപ്പം എനിക്കിപ്പോൾ ഒരാൾക്കിപ്പം ഒരു ചെറിയ വീടുണ്ടാക്കണം, എങ്ങനെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത്? അതിൻ്റെ വിഷയങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ഓഫീസ് വരുന്നത്? നമ്മുടെ ഓഫീസ് വരുന്നത് കോഴിക്കോട് കക്കോടിയിലാണ്. നിങ്ങൾക്ക് ചെറിയ വർക്ക് ഉദ്ദേശിക്കുന്ന വീടാണോ എന്താണെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഏകദേശം കണ്ണൂർ തൊട്ടിട്ട് മലപ്പുറം വരെ നമ്മൾ ഓൾറെഡി വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലയൊന്നും വിഷയമല്ല. പിന്നെ ഏത് രീതിയിലെ പ്ലാനോ 3Dയോ ഏത് രീതിയിൽ വേണമെങ്കിലും ഫുള്ളായിട്ട് നമ്മൾ ചെയ്യും. മെറ്റീരിയൽ അടക്കം വേണേൽ ചെയ്യും, ലേബർ വേണേൽ ചെയ്യും. അത് ക്ലയൻറ്റായിട്ട് സംസാരിച്ചിട്ട് ഓരോ ടൈം പീരീഡ് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഏതാണോ മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടത് ആ രീതിയിൽ. അപ്പോൾ ലേബർ മാത്രമായിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ലേബർ ഇപ്പോൾ ബിൽഡിങ് ഈ വർക്ക് ലേബറാണ് വർക്ക്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർക്ക് ലേബറാണ്. മെറ്റീരിയൽ അവർ തരാം. ചില പാർട്ടി അങ്ങനെ മെറ്റീരിയൽ തരും, ചില പാർട്ടി നമ്മളോട് എടുത്തോളം പറയും, നമ്മളെടുത്ത് ചെയ്യും. വിത്തൗട്ട് മെറ്റീരിയലും വിത്ത് മെറ്റീരിയലും രണ്ട് രീതിയിൽ എടുക്കാൻ പറ്റും. ഇപ്പം വർക്ക് എടുത്ത് കുറേ വർഷമായില്ലേ വർക്ക് എടുക്കുന്നത്? അപ്പം എടുത്ത വർക്കുകളിൽ ഒരു പ്രധാനപ്പെട്ട വർക്ക് കേട്ട് എടുത്തു പറയാൻ പറ്റുന്ന വർക്ക് ഏതാണ്? പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫേമസ് ഉള്ള വർക്കാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആലുക്കൽ മഞ്ചേരി ഫിറോസ് കുന്നംപറമ്പിലുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയല്ലോ. അവരൊരു 27 വീടുണ്ട് ചാരിറ്റി ആയിട്ട്. അത് നമ്മൾ പ്രോഫിറ്റിന് ചെയ്തതല്ല, ചാരിറ്റി ആയിട്ട് ചെയ്ത് കൊടുത്താൽ. പൂർണ്ണമായിട്ടുള്ള ലേബർ മാത്രം വാങ്ങിക്കുന്നത്. ലേബർ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ലേബർ ഇല്ല എന്നാണ്. ചെറിയ രീതിയിൽ നമ്മളും ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുകൊണ്ടുള്ള 27 വീട്. അത് ഏകദേശം എനിക്ക് തോന്നിച്ചാൽ ഒരു 8-9 മാസം കൊണ്ട് ചെയ്ത് ഫിനിഷ് ചെയ്തത്. പിന്നെ ബിൽഡിങ്ങുകളൊക്കെ കുറേ ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ഇനി ഇതിനകത്തുള്ള വേറൊരു രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രീൻലാൻഡ് പ്രോപ്പർട്ടീസ് എന്ന ചാനലിൻ്റെ ഒരു ഭാഗമാണ് രവീഷേട്ടൻ. രവീഷേട്ടനാണ് ക്യാമറയ്ക്ക് പിന്നിലുണ്ടായിരുന്നത്. ഇത്രയും കാലം നമ്മുടെ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ രവീഷേട്ടനാണ് ക്യാമറ പിടിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നതാണ്. കാരണം
ഇപ്പം നമ്മളടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വർക്കുകൾ ഇപ്പം ഈ കൺസ്ട്രക്ഷൻ ബന്ധപ്പെട്ട വർക്കുകൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും വിളിച്ച് ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പം അത് ചെയ്യുന്ന ആളാണ് രബീഷ് ചേട്ടൻ. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ കാണുന്നൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ കേൾക്കുന്ന വ്യക്തിയാണ് ഈ രബീഷ് ചേട്ടൻ. ഞാനല്ല ഫോൺ എടുക്കുന്നത്, ഇദ്ദേഹമാണ് ഫോൺ എടുക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നതാണ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട്? ഭയങ്കര എക്സ്പീരിയൻസ്. അപ്പോൾ ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ഇനിയും പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോസും ബിൽഡിങ്സിൻ്റെ വീഡിയോസും കൊമേഴ്ഷ്യൽ പ്ലോട്ടിൻ്റെയും ഹൗസ് പ്ലോട്ടിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരും. അതോടൊപ്പം തന്നെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ മെറ്റീരിയൽസ്, അതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.